ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നതേ പിന്നെ ഡൺമോർ ഈസ്റ്റ് ഹാർബറിൽ നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടി വന്നതാണേ. അപ്പം ഞാൻ മറ്റേ ഒരു സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലാണ് വന്നത്. അപ്പം തന്നെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഇവിടുത്തെ ഡൺമോർ ഈസ്റ്റ് അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണാമോ? എന്നിട്ട് ഇതിൻ്റെ അത് ക്ലൈമ്പിംഗ് ഉണ്ട്, കേവിംഗ് ഉണ്ട്, ആർച്ചറി, സെയിലിംഗ്, കിയാക്കിംഗ്, അക്വാ പാർക്കിംഗ്, കുറേ സംഭവങ്ങളുണ്ട്. പിള്ളേരുമായിട്ടൊക്കെ വന്നിട്ട് ഈ ക്ലൈമ്പിങ് അങ്ങനത്തെ ഈ മറ്റേ അഡ്വഞ്ചർ സ്പോർട്സൊക്കെ, വെള്ളത്തിലുള്ള കയാക്കിങ് പോലത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ വരാവുന്നതാണ്. ഓക്കെ, പിന്നെ കാണിച്ചു തരാം. ഇവിടുത്തെ ഒരു ബോട്ട് ഫിഷ് വന്നിട്ടുണ്ട്. ഫിഷ് എന്നതിൻ്റെ ഇതാണ് ചെമ്മീൻ, അങ്ങനെ എന്തോ സംഭവം തോന്നി ഈ ബോട്ടിൽ. ഇപ്പോഴത്തെ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ഞാൻ എൻ്റെ അടുത്തോട്ട് പോയിട്ട് കാണിച്ചു തരാവേ. ഈ ബോട്ട് വേണം, വലിയ ബോട്ട് ഇവിടെ നിർത്തിയിട്ട് ഇവിടുത്തെ അൺലോഡ് ചെയ്തുകൊണ്ട് ട്രക്ക് വന്ന് നടക്കുന്ന ട്രക്കിലേക്ക് ഇതെല്ലാം അൺലോഡ് ചെയ്ത് കയറ്റുവാണ് ഇവിടുന്ന്. ഹലോ ഫിഷ് 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 പ്രോൺസ് ലോഡിങ് ലോഡിങ് ഇസ് ഇറ്റ് അൺലോഡിങ്. ഓക്കെ, ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് 2 മിനിറ്റ്സിനുള്ളിൽ ഇത് മേളിലോട്ട് പൊങ്ങി വരുമെന്ന് പറഞ്ഞത്. ആ കയറി കെട്ടി ആ ക്രെയിൻ പോലത്തെ കെട്ടിയിട്ട് അവരത് പൊക്കിയെടുക്കുന്നുണ്ടോ. ഇതുണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫിഷിങ്ങിന് വന്നപ്പോൾ പോലെ തന്നെ ഇത് വേറൊരു ബോട്ട് എടുക്കുന്നുണ്ടോ. വലിയ പടുകൂറ്റം ബോട്ടുകളാണ് ഇവിടുത്തെ. അത് ഇതേ വലിപ്പം തന്നെ ആയിരിക്കും ചിലപ്പോൾ നാട്ടിൽ, പക്ഷേ എനിക്ക് അത്ര എടുത്തില്ല. നാട്ടിൽ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾ അത്ര എനിക്ക് പരിചയമില്ല. എന്നാലും ഇത് ഭയങ്കര ഒരു പടുകൂറ്റൻ ബോട്ട് പോലെ എനിക്ക് തോന്നാറ് എടുക്കണമായിരിക്കും. കേട്ടോ കിടക്കുന്നത് ഇത് ബാക്കിൽ ഇതുണ്ട്, അതിലേക്കാണ് കേട്ടോ. അതിൻ്റെ അകത്തൊരു കാണാൻ നിർത്തും. ഞാൻ ഇങ്ങോട്ട് കുറച്ച് മാറിയായിരുന്നേ, വേറെ വീഡിയോസ് കാണിക്കാം. നമ്മളിത് ട്രക്ക് ക്രെയിൻ പോലത്തെ അത് കണ്ടോ. അതിൻ്റെ അകത്ത് ചെമ്മീനാണെന്നാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോഴേക്കും. നല്ലൊരു ക്രെയിനിൽ അങ്ങോട്ട് മാറ്റുന്നുണ്ടോ. അതായത് ക്രെയിനിൽ നിന്ന് മാറ്റി നേരെ ലോഡ് ചെയ്ത് അത് ആ ട്രക്കിലേക്ക് കയറ്റുക കേട്ടോ. നേരെ അത് ഇവിടുത്തെ ഒരു സ്ഥിരം നടക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ ഇത് എനിക്കൊരു പുതുമയാണ്, പിന്നെ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പുതുമയായിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണേ. കണ്ടോ, ആ ഒരു കണ്ടെയ്നറിൻ്റെ അകത്തോട്ട് കയറി ഫുള്ള് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഫിഷ്. കേട്ടോ, ചെറിയ ചെറിയ ബോക്സുകളായിട്ട് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുക. ജസ്റ്റ് ഒന്ന് കാണിച്ചു നോക്കാം. ഇവന്മാരെ വലിപ്പം കണ്ടോ, ഇവിടെ നിന്നുള്ള മറ്റേ സീകൾ കണ്ടോ, സീകളിനെ കണ്ടോ, എന്നാ വലിപ്പം അല്ലേ. ഉള്ള മീനെല്ലാം തിന്നമാരെ വലിപ്പം കണ്ടോ, ഭയങ്കര വലിയ സീകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞ് വേണ്ട മുന്നോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണാം, ഇവിടെ കണ്ടോ ചെറിയ ഫിഷിംഗ് ബോട്ടുകൾ നിർത്തിയിട്ട് വെച്ചിരിക്കുന്നത്. നമ്മളിതുപോലുള്ള ഒരു ബോട്ട് ഹയർ ചെയ്ത് കൊണ്ടുപോയിട്ടാണ് നമ്മൾ കടലിൽ പോയിട്ട് മീൻ പിടിച്ചില്ലായിരുന്നോ, ഇതുപോലത്തെ ചെറിയൊരു ബോട്ടാണ്. പക്ഷേ ഇത് നമ്മൾ ഈ രണ്ടിനെയും പിടിക്കുന്ന ബോട്ടാണ് എനിക്കുന്നത്. ഇവിടുത്തെ കുറേ ബോട്ടുകൾ നടക്കുന്നുണ്ടോ, കുറേ കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ മറ്റേ അത്ര സൈഡ് വന്ന് കിടപ്പുണ്ട്. അതുകൊണ്ട് ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു മതിൽക്കെട്ടൊക്കെ ഉണ്ടോ, അവിടെയാണ് നമ്മൾ സാധാരണ ആ സൈഡിലാണ് ചൂണ്ടിടാൻ വേണ്ടി പോകാറ്. അതുകൊണ്ട് ഇതിപ്പോൾ ഈ ഇപ്പുറത്തെ സൈഡിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു ബോട്ടുണ്ട്. ഇതിനെ ഞണ്ടിനെയാണ് ഇവിടുത്തെ കൂടുതലും ഇവർ പിടിക്കുന്നത്. ഞണ്ട്, ലോബ്സ്റ്റർ, പിന്നെ ചെമ്മീൻ, അങ്ങനത്തെ സാധനങ്ങളാണ് ഇവർ കൂടുതലും പിടിക്കുന്നത് ഇവിടെ. ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എനിക്ക് തോന്നുന്നത് അതാണ് തോന്നുന്നത്. കണ്ടോ, ഒരുപാട് കുഞ്ഞുബോട്ടുകളുണ്ട്. ഇതൊക്കെ കാണുമ്പോഴേക്കും ഒരു രസം, അതുകൊണ്ടൊന്ന് കാണിച്ചാണേ. ഓക്കെ, അപ്പോഴത്തേണ്ട നമ്മുടെ ഡൺമോർ ഈസ്റ്റിൽ ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നിട്ട് നമ്മുടെ ചൂണ്ടിടാൻ വേണ്ടിയിട്ട് പോവാം. ഇന്നത്തെ ഇവിടെ ആക്ടിവിറ്റീസൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ഇന്നിപ്പോൾ തന്നെ പഴയ പോലെ തന്നെ ഈ സൈഡിലെല്ലാം ബോട്ട് കിടക്കുന്നു. പിന്നെ മുന്നോട്ട് നടന്നു ചെല്ലുമ്പോഴത്തേക്ക് അവിടെ വലയൊക്കെ റെഡിയാക്കി പോകാനായിട്ട് റെഡിയാകുന്ന കുറച്ച് ബോട്ടുകളുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേര് ഇത് കണ്ടുവരുന്നത് ഈ ഹാർബറിൽ ഈ റോഡ് ഈ വഴി തന്നെ നിന്നുകൊണ്ട് വലയൊക്കെ റെഡിയാക്കുന്നത് ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ മുന്നോട്ട് വരുമ്പോൾ ഇത് കണ്ടോ, പതിയെ റെഡിയാക്കുന്ന വലയൊക്കെ. ഇതൊക്കെ നമ്മുടെ നാട്ടിലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാവരും. പക്ഷേങ്കിൽ എന്നെ സംബന്ധിച്ച് ഇത് പുതുമയാണ് ഉള്ള കാര്യമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്ന കേട്ടോ. ഇതൊക്കെ ഞാൻ ഇവിടെ കുറേ നാളായിട്ട് വന്ന് ചൂണ്ടിടുന്നതാണ് ഇവിടെ. അപ്പോൾ ഇതൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളതാണ്. ഇതുണ്ട്, വലിയ വലയൊക്കെ ഇങ്ങനെ ഇട്ട് റെഡിയാക്കി പോകാൻ വേണ്ടി റെഡിയാകുന്നുണ്ട് അവർ. ഇതിനകത്ത് ഇവിടുത്തെ ആൾക്കാരും ഉണ്ട്, പിന്നെ ഈ ശ്രീലങ്കക്കാരുണ്ട്, പിന്നെ വേറെ
ഫിലിപ്പിനോസ് അങ്ങനത്തെ ആൾക്കാർ കുറേ പേരുണ്ട്. അങ്ങനെയൊക്കെ അത് ഞാൻ ഇവിടെ ഒരു പ്രാവശ്യം ഒരു ശ്രീലങ്കനെ ഒരാളെ പെട്ടതാണ്. അപ്പോൾ പുള്ളി നമുക്ക് ഒരു പ്രാവശ്യം മീനും ഒക്കെ തന്നാ. ഇവിടെ ശ്രീലങ്കക്കാരും ഫിലിപ്പിനോസൊക്കെ കൂടുതലും ഇവിടെ ജോലി ചെയ്യുന്നത് ഈ ബോട്ടിൽ. ഇവിടുത്തുകാർ മാത്രമല്ല കേട്ടോ. നമ്മൾ നേരെ നമ്മുടെ ചൂണ്ടയിടുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് എത്താറേ. ഇപ്പോൾ അവിടെ ചെന്നിട്ട് നോക്കാം. ഇതുണ്ട്, ഇതാണ് ഞണ്ടിൻ്റെ ട്രാപ്പ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടാണ്, എന്നാലും ഇത് കുറച്ച് ക്ലോസ് ആയിട്ട് കാണിച്ചില്ല. ഇതിൻ്റെ അകത്തോട്ട് ഇവർ മീനിൻ്റെ ഈ തലയും ഒക്കെ ഇട്ടിട്ട് ഇത് കടലിൽ കൊണ്ട് ഇടും. അങ്ങനെ അതിൻ്റെ അകത്ത് ഞണ്ട് കയറും. ഞണ്ട്, ലോബ്സ്റ്റർ അങ്ങനെയൊക്കെ അതിനെ പിടിക്കുന്നത്. ഓക്കെ, നമ്മളിത് ചൂണ്ടയിടുന്ന സ്ഥലത്തേക്ക് കയറുവാണ്. ഇവിടെ ഈ ഒരു സ്ഥലത്തോട്ട് വരുമ്പോഴേക്കും ഭയങ്കര ഒരു ഹാപ്പിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വന്ന് ചൂണ്ടയിടുമ്പോഴും മീനൊക്കെ കിട്ടുമ്പോഴൊക്കെ ഒരു രസമാണ്. അതാണ് ഭയങ്കര അട്രാക്ഷൻ ഈ ഒരു സമയം. അതായത് വർഷത്തിൽ നമുക്ക് ഈ ഒരു സമ്മർ ടൈം മാത്രമേ ഉള്ളൂ ഇവിടെ ഒന്ന് ചൂണ്ടയിടാനായിട്ട് പറ്റുന്നത്. വേറെ സമയത്തൊന്നും ചൂണ്ടയിട്ടിട്ട് കഴിഞ്ഞാൽ വല്ലായിട്ടൊന്നും അങ്ങനെ കിട്ടത്തില്ല. പിന്നെ നല്ല തണുപ്പുമായിരിക്കും. അപ്പം ഈ ഒരു സമയം എല്ലാവരും ഒരു വെയിറ്റിംഗ് ആണ്, ഓഗസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഇപ്പം തന്നെ ടൈഡ് ഔട്ടാണ് കുറച്ച്, പക്ഷേ എന്നാലും ആൾക്കാർക്ക് ഇവിടെ ചൂണ്ടയിട്ടുകൊണ്ട് നിൽപ്പുണ്ട്. നമുക്ക് നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന്. ഇത് നോക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് എറിഞ്ഞ് നോക്കാൻ വേണ്ടി പോകണമെന്നേ. ഇന്ന് അത്യാവശ്യം കാറ്റുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു ബാഡ് ലക്ക്, നമുക്ക് ടൈഡ് ഔട്ടാണ്. പിന്നെ ഞാൻ വന്ന സ്ഥിതിക്ക് എന്തായാലും ഒന്ന് എറിഞ്ഞ് നോക്കാം എന്ന് എറിഞ്ഞിരുവാണ്. വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇവിടെ 1-2 പേര് എറിയുന്നുണ്ട്, പക്ഷെ അവർക്കൊന്നും കിട്ടുന്നുമില്ല. പിന്നെ ചുമ്മാ ഒരു വന്നതിൻ്റെ ഒരു ഇതിനൊന്ന് എറിഞ്ഞ് നോക്കാമെന്നേ. ഓക്കെ, നല്ല ഒഴുക്കുണ്ട് കേട്ടോ. നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ടങ്ങ് പോവാം. ഈ വെള്ളം ഇറങ്ങി നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് ഉടക്കും നമ്മുടെ ചൂണ്ട. അതും വേറൊരു പ്രശ്നമാണ്. വെള്ളം അധികം ഇല്ലാത്തതുകൊണ്ടേ ഇതങ്ങനെ താഴത്തുള്ള കല്ലേൽ പോയിട്ട് ഉടക്കിയിട്ട് നമ്മുടെ ചൂണ്ട പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഇതിപ്പോൾ ക്യാമറ ഞാൻ എൻ്റെ തലയിൽ വെച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കംഫോർട്ടും ഉണ്ട് ആക്ച്വലി. നോക്കട്ടെ, ഇതെന്നാ വേറെ കാര്യമുണ്ട്. ഈ കല്ല് കണ്ടോ, ഇതിൻ്റെ ഇടയിലോട്ട് വല്ലോ ഈ ക്യാമറ പോയി കഴിഞ്ഞാൽ പണി പോകും. ക്യാമറയും മൈക്കും എല്ലാം പോകും. അത് കാരണം തിരിച്ച് എടുക്കാൻ പോലും പറ്റത്തില്ല. ഏതൊരു കല്ലിൻ്റെ ഇടവശത്തോട്ടങ്ങ് പോയാൽ ഇടയ്ക്കോട്ടങ്ങ് പോയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അത് വേറൊരു പ്രശ്നമുണ്ട്. പിന്നെ വലിയ പ്രതീക്ഷയില്ല ഞാൻ, പക്ഷേ പെട്ടെന്ന് പോവും. ജസ്റ്റ് ഒന്ന് 2 എറിഞ്ഞിട്ട് അങ്ങ് പോകാൻ നിർത്ത്. അല്ല കിട്ടുന്നുണ്ടോ എന്ന് നോക്കും, ഇല്ലെങ്കിൽ വിട്ടു പോവും. ഓക്കെ, പിന്നെ എല്ലാ ദിവസവും നമ്മൾ ചൂണ്ടയിടാൻ വരുമ്പോൾ എല്ലാ ദിവസവും മീൻ കിട്ടണമെന്നൊന്നുമില്ലല്ലോ. ഓരോ ലക്കി ഡേ ഉണ്ട്. ഒന്ന് ആണെങ്കിൽ കൊട്ട നിറച്ച് മീനായിട്ട് പോവും. ചില വാർഡ് ലക്കി ഡേ ഉണ്ട്. ഇവിടെ വന്ന് ചുമ്മാ എറിഞ്ഞ് മണിക്കൂറോളം എറിഞ്ഞ് അവിടെ നിൽക്കാം. പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാരണം നോക്കട്ടെ, എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാവേ. ഓക്കെ, ചേട്ടാ നമുക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ജസ്റ്റ് ഇപ്പോൾ ക്യാമറ ഒന്ന് ഓഫ് ചെയ്തായിരുന്നു. നമ്മൾ അടിച്ചിട്ടുണ്ട്. എത്ര ഉണ്ടെന്ന് അറിയത്തില്ല, അടിച്ചിട്ടുണ്ടെന്നാണ് തോന്നണേ കേട്ടോ. അത് ചെയ്ത് നോക്കാം എന്നാണ്. മീനുണ്ട്, പക്ഷേ മീനുണ്ട് കേട്ടോ. ഉണ്ട്, സാധനമുണ്ട്. പക്ഷേ വലിയ മീനൊന്നും, വലിയ അയിലെന്നാണെന്ന് തോന്നില്ല, ചെറിയ അയിലാന്ന് തോന്നുന്നു. പക്ഷേ എങ്കിൽ ഉണ്ട്, സാധനമുണ്ട്. ഇത് കണ്ടോ, വലിയ അയിലൊന്നും അല്ല, ചെറുതാണ്. എങ്കിലും നേടെ കുഴപ്പമില്ല. ആ വേണ്ടേ. അപ്പോഴത്തെ നമ്മൾ ഫിഷിങ് നിർത്തുക. 2 കിട്ടിയുള്ളൂ. പിന്നെ വേണ്ടോ, 2 ഉള്ളൂ. പിന്നെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വെതറാണ്. വെയിലൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിൽ ഒന്നും കിട്ടുന്നില്ല. പിന്നെ അപ്പുറത്തേക്ക് ഇന്നൊരു അപ്പച്ചനുണ്ട്, പുള്ളിയൊന്നും കിട്ടുന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് പതിയെ വൈൻഡപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുക. കുറേ നേരം അറിയുന്നു, പക്ഷേ ഒന്നുമില്ല. ഓക്കെ, അപ്പോഴത്തേണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു മറ്റേ കയാക്കിംഗ് സ്പോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൊണ്ടുപോകുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ പോട്ട്? അതാണ് പോകുന്നത്. അപ്പോൾ തേണ്ടേ നമ്മൾ പതിയെ പക്കപ്പായി പോവാണ്. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നോക്കാം. വീട്ടിൽ നോക്കാനൊന്നുമില്ല, അത് കണ്ടല്ലോ 2 മീനേ കിട്ടിയുള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ശരി, ബൈ.